ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് കാലം സാധാരണയായി നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവകൽപ്പനകൾ പാലിക്കാനുള്ള നമ്മുടെ നിശ്ചയദാർഢ്യവും കൂടിയാണ്. സ്നേഹത്തിൻ്റെ പാതയിൽ തുടരാനും തെറ്റുകൾ ഉപേക്ഷിക്കുവാനും നാം തീരുമാനിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തും. പ്രതിസന്ധികളിൽ തളരാതെ പ്രത്യാശയോടെ മുൻപോട്ടു പോകുവാനും ചുറ്റുമുള്ളവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത് സാധ്യമാകുന്നത് അനുദിന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യമാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. നോമ്പ് കാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമാണ്. അത് സാധ്യമാകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ പൂർണ്ണ സമർപ്പണത്തിൽ നിന്നാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ അറിയാതെ തന്നെ നാം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. നാം വേഗത്തിൽ പ്രാർത്ഥിക്കുന്നു, കുറച്ചു മാത്രം കേൾക്കുന്നു. അനവധി ചിന്തകളാണ് നാം ഹൃദയത്തിൽ വഹിക്കുന്നത്. നോമ്പ് കാലം നമ്മെ നിർത്തി ചിന്തിക്കാനും വേഗം കുറയ്ക്കാനും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാനും സ്നേഹത്തോടെ വിളിക്കുന്നു. യേശു 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിച്ചു. തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്താൽ യേശു നിറഞ്ഞിരുന്നു. ഈ നോമ്പ് കാലം ഭയത്തിൻ്റെ മരുഭൂമിയിലേക്കല്ല, മറിച്ച് ദൈവം നമ്മുടെ ഹൃദയത്തോട് സാവധാനം സംസാരിക്കുന്ന ഏതെൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. പലപ്പോഴും നാം ഉപവാസം ഭക്ഷണത്തിൽ മാത്രം ഒതുക്കുന്നു. എന്നാൽ യഥാർത്ഥ ഉപവാസം ഇതിലുമധികമാണ്. കോപത്തിൽ നിന്ന്, അസൂയയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്നുമുള്ള ഉപവാസം. അതുപോലെ യഥാർത്ഥ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നത് മാത്രമല്ല, മറിച്ച് ദൈവത്തെ കേൾക്കുന്നതുമാണ്. നോമ്പ് കാലം നമ്മെ 3 ലളിതമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന, ദൈവത്തോട് കൂടുതൽ അടുത്തു വരുവാൻ. ഉപവാസം, നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ. കാരുണ്യം, യേശു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, ദരിദ്രരെ സഹായിക്കുമ്പോൾ, സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ, ക്ഷമ തിരഞ്ഞെടുക്കുമ്പോൾ നാം നോമ്പ് കാലത്തിൻ്റെ പാതയിലാണ് നടക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവത്തിനായി സമയം മാറ്റിവെക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന കാര്യങ്ങൾ വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാണോ? എൻ്റെ ഹൃദയം മാറ്റത്തിനായി തുറക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ദുർബലതകളേക്കാൾ മഹത്തായതാണ് ദൈവത്തിൻ്റെ കരുണ. നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ എടുക്കുന്ന ഓരോ ചെറിയ ചുവടിനും ദൈവം സ്നേഹത്തോടെ നമ്മിലേക്ക് ഓടിയെത്തുന്നു. ഈ നോമ്പുകാല യാത്രയിൽ നമ്മുടെ ഹൃദയങ്ങൾ പുതുക്കപ്പെടട്ടെ, നമ്മുടെ വിശ്വാസം ശക്തിപ്പെടട്ടെ, നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ നോമ്പുകാലത്ത് സത്യസന്ധമായ ഹൃദയത്തോടെ അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുവാനും ത്യാഗം ചെയ്യുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ പുതുക്കണമേ. കർത്താവേ, നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ.